ഉപ്പുതറ കൂപ്പുപാറ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപക നാശം വിതച്ചു. നിരവധി കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ ആന നശിപ്പിച്ചു. തൂക്കു സോളാർ വേലിക്കായി നിർമ്മാണം ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. പ്രദേശത്തെ കാട്ടാന ശല്യത്തിന് വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം. ഉപ്പുതറ പഞ്ചായത്തിൽ കലിയടങ്ങാതെ കാട്ടാന നാശം വിതയ്ക്കുന്നു. സ്ഥിരമായി കാട്ടാന ദേഹണ്ഡങ്ങൾ നശിപ്പിക്കുന്നത് കർഷകരുടെ ജീവിതം ദുരിതപൂർണമാക്കിയിരിക്കുകയാണ്. ഉപ്പുതറ കാക്കത്തോട് മാക്കപ്പതാൽ പ്രദേശങ്ങളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ കൂപ്പുപാറ പുത്തമ്പരയ്ക്കൽ ശോഭന, മുഹാലയിൽ ടോമി ജോസഫ്, മക്കപ്പുഴ MK ആന്റണി, മക്കപ്പുഴ MS ബിജു, പറത്താനം PR വിജയൻ, മനയ്ക്കപ്പറമ്പിൽ രോഹിണി എന്നിവരുടെ കൃഷിദേഹണ്ഡങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത്. ഇന്നലെ രാത്രി 1 മണിയായപ്പോൾ 1:20 ഈ സംഭവം ഉണ്ടായത്. ഈ ഒച്ച കേട്ടുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി. അന്നേരം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. ഞാൻ നേരം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പരിപ്പത്തനായിപ്പോയി അന്ന സമയത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കയറി പെരക്കകത്ത് കയറിയപ്പോഴാണ് വീണ്ടും ശബ്ദം കേട്ടത് കയറി പോകുന്നത്. എന്നിട്ട് ഞാൻ പേടിച്ച് വീട്ടിലിരിക്കുമായിരുന്നു. ഒരു സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടില്ല. ഫോറസ്റ്റുകാരോട് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങൾക്ക് അവർ വരാറുമില്ല. ഒരു പ്രാവശ്യം വന്നിട്ട് അവർ പോവുകയും ചെയ്തു. നമുക്ക് യാതൊരു എനിക്ക് ഒരു 90 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതിനകത്ത് ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് ഭർത്താവില്ല, എൻ്റെ ഒരു ചെറുക്കൻ മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ഞങ്ങൾ ജീവിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിദേഹണ്ഡങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. മഴയായിട്ടും ഏലമായിട്ടും ഒട്ടനവധി കൃഷികൾ നശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്യമൃഗങ്ങളുടെ നീക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് നേരിടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. അപ്പോൾ ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം വളരെ ഭീഷണിയിലും ജീവഹാനി എന്നുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം കൂടെ കാരണം ഒന്നുമല്ലാത്തൊരു അവസ്ഥയിൽ ഭയങ്കരമായ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് നിലവിൽ. പ്രദേശത്ത് കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ 6 കിലോമീറ്റർ ദൂരത്തെ തൂക്കു സോളാർ കമ്പിവേലിക്ക് വനം വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. കരാറുകാരൻ പണി ആരംഭിക്കുകയും ചെയ്തു. നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയിട്ട് 4 മാസവും കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കാക്കത്തോട് വനമേഖലയിൽ ഫെൻസിംഗ് ചാർജ് ചെയ്തതോടെയാണ് കൂപ്പുപാറ പ്രദേശത്ത് കാട്ടാന സ്ഥിരമായി നാശം വിതയ്ക്കാൻ തുടങ്ങിയത്. കാട്ടാന ശല്യത്തിന് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.